നമസ്കാരം പ്രിയമുള്ളവരെ. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ട മാനസികവും ശാരീരികവുമായ വൈഷമ്യങ്ങൾക്ക് മുൻപിൽ അത് നിയമപരമായി മറ്റൊരാളിൽ നിന്ന് ഏറ്റതാണെങ്കിൽ കോടതിയിൽ പോവുക സ്വാഭാവികമാണ്. പോലീസും കോടതിയുമാണ് അവരുടെ ഏക ആശ്രയം. പോലീസ് കൃത്യമായി പണി ചെയ്യുകയും ചെയ്ത പണിയുടെ പുറത്ത് തെളിവുകൾ നിരത്തി കോടതി മുറിയിൽ വാദിച്ച് ജയിക്കുമ്പോൾ മാത്രമേ അവർക്ക് തൃപ്തി ഉണ്ടാകൂ. അനുഭവിച്ചവർക്ക് മാത്രമേ അതിനെപ്പറ്റി കൃത്യമായി പറയാൻ പറ്റത്തുള്ളൂ. അനുഭവിക്കാത്ത ഒരാൾക്ക് അത് പറയാൻ പറ്റില്ല. പക്ഷെ പറയുന്നത് കേൾക്കുന്ന ആളിനൊരു മാനസികാവസ്ഥയുണ്ട്. അതൊരു സ്ത്രീ, അല്ലെങ്കിൽ ഒരു മകളുടെ പ്രായമുള്ള പെൺകുട്ടി, അല്ലെങ്കിൽ അനിയത്തിയുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി തൻ്റെ കോടതി മുമ്പിൽ തൻ്റെ യൂണിഫോമിന് മുമ്പിൽ വന്നിരുന്ന് കരഞ്ഞ് കേണപേക്ഷിച്ചൊരു കാര്യം പറയുമ്പോൾ അവൾ അനുഭവിച്ച കഥകൾ, അവൾ അനുഭവിച്ച രീതി, അവൾ അനുഭവിച്ച ആ ജീവിത യാതന അല്ലെങ്കിൽ ആ നരക സമയം വീണ്ടും വീണ്ടും അവൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടിരുന്നു. നമുക്കറിയാം, നടൻ ദിലീപ് പ്രതിയായിട്ടുള്ള 8ാം പ്രതിയായിട്ടുള്ള കേസ്, അതിൻ്റെ വിചാരണയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള 100 കൂട്ടം പ്രശ്നങ്ങൾ. നിരവധി പ്രാവശ്യം ഈ നടൻ ദിലീപ് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയിലെയും ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള സ്റ്റേ ഓർഡറിന് വേണ്ടിയും എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി, പല രീതിയിലുള്ള നാടകങ്ങളും നടത്തി. ഏറ്റവും അവസാനം ദിലീപ് വിചാരിച്ചിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കുവാനായിരുന്നു ദിലീപിന് സാധിച്ചത് എന്നുള്ളതാണ് സത്യം. അതിന് കാരണമായ പല കാരണങ്ങളുമുണ്ട്. പൊതുസമൂഹം ഇന്നും ദിലീപ് ആ കേസിൽ പ്രതിയാണെന്ന് വിശ്വസിക്കുന്നു എന്നുള്ളതിന് ഒരു സംശയവും ഒരു തർക്കവും ആർക്കുമില്ല. വിവാഹിതയായി ഭർത്താവിനോടൊപ്പം ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവുമായി 1, 2, 3 അല്ല 1 മാസം ഭർത്താവുമായുള്ള സൗന്ദര്യപ്പിണക്കത്തിന് മാറി നിൽക്കുമ്പോൾ സൗന്ദര്യമുള്ള പ്രമുഖനായ വ്യക്തിയെ കാണുമ്പോൾ അയാളോടൊപ്പം പോയി ശയിക്കുകയും ആ ശയനസുഖ എല്ലാം നേടിയതിനു ശേഷം പിന്നീട് അപ്രത്യക്ഷയായി നിന്നുകൊണ്ട് അയാളെ ഒരു പെണ്ണുപിടിയനായിട്ടോ ക്രിമിനലായിട്ടോ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം സ്ത്രീകളും നമ്മുടെ സമൂഹത്തിൽ ഉള്ളപ്പോഴാണ് ഇത്തരമൊരു ശരിക്കുമുള്ള അതിജീവിതം പുറത്തു വരുന്നത്. ഞാൻ പല ചാനലുകളും അവരുടെ പേര് പറയുന്നുണ്ട്, ഞാനത് ഉപയോഗിക്കുന്നില്ല. എനിക്കവരെ വലിയ ഇഷ്ടമാണ്. അവർ ചെയ്ത ചെയ്തി വളരെ കൃത്യമാണ്. കേരളത്തിലെ സ്ത്രീകൾക്ക്, അമ്മമാർക്ക്, നമ്മുടെ മക്കൾക്ക് അനുകരണീയമാണ്. തെറ്റ് ചെയ്യപ്പെട്ടവൻ്റെ മുമ്പിൽ താനാണ് ആ ഇരയെന്ന് കാണിച്ചുകൊണ്ട് മുമ്പോട്ട് വന്ന യഥാർത്ഥ അതിജീവിതയാണവർ. തൻ്റെ പേര് പറയുന്നതിനോ ഫോട്ടോ വെക്കുന്നതിനോ ഒന്നും അവർക്ക് എതിർപ്പില്ല. അതാണ് ശരിക്കും അനുഭവിച്ചവരുടെ അവസ്ഥ. അവരുടെ ഫോട്ടോ വെക്കുകയും അവരെപ്പറ്റി വാർത്ത ചെയ്യുകയും ചെയ്യുന്നതിനൊന്നും സർക്കാരിന് യാതൊരു കുഴപ്പമില്ല, ഒരു സൈബർ കേസുമില്ല. അവരെ വിളിച്ചുകൊണ്ട് സ്ത്രീ സമൂഹത്തിൻ്റെ സുരക്ഷയാണ് തൻ്റെ ലക്ഷ്യമെന്ന് പറയുവാൻ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു സൂര്യൻ്റെയും തടസ്സമില്ലായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു സ്ഥാനമൊഴിയാൻ പോകുന്ന മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷയെന്ന് ഒരു ചോദ്യം ബ്രാക്കറ്റിൽ ചോദിക്കേണ്ടി വരും. നടിയെ ആക്രമിച്ച കേസിലെ യഥാർത്ഥ മെമ്മറി കാർഡ് കൊടുത്ത് മേടിച്ച വ്യക്തിയെപ്പറ്റി കേരള സമൂഹത്തിനും പൊതുസമൂഹത്തിനും പോലീസിനും അറിയാം. അവരെ രക്ഷപ്പെടുത്തി. നടിയെ ആക്രമിച്ച കേസിൽ 2ാമതൊരു എഫ്ഐആർ ഇട്ടു. ആ എഫ്ഐആറിനകത്ത് ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ദിലീപിനെ പ്രതിയാക്കിക്കൊണ്ട് 8ാം പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തു. ദിലീപിനെ മാത്രം ആ കേസിൽ നിന്ന് ഒഴിവാക്കിയാൽ അത് മറ്റു ചില ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ദിലീപിന് ഒരു ദിവസം പോലും തടവ് കൊടുക്കരുതെന്നുള്ള ഒരു ജഡ്ജിൻ്റെ ദൃഢനിശ്ചയവും അവരുടെ പിടിവാശിയുമാണ് 7, 8, 9, 10 4 പ്രതികളെ പുറത്തേക്ക് വിട്ടു. എന്ന് വെച്ചാൽ ആദ്യത്തെ എഫ്ഐആറിലുള്ള പ്രതികളെ ശിക്ഷിക്കുകയും 2ാമത്തെ എഫ്ഐആറിലുള്ള കേസിലെ പ്രതികളെ നിർബാധികം വിട്ടയക്കുകയും ചെയ്തു, തെളിവുകളുടെ അഭാവത്തിൽ. ഇതേ നടനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ബാലചന്ദ്രകുമാർ കൊടുത്ത കുറേ മൊഴികളുണ്ട്. ആ മൊഴികളൊന്നും മുഖവിലയ്ക്കെടുക്കാൻ കോടതി തയ്യാറായില്ല എന്ന് ഓർക്കണം. കോടതിക്ക് ഒരൊറ്റ ലക്ഷ്യമേ അതിനകത്തുള്ളായിരുന്നു. 1 മുതൽ 7 വരെ പ്രതികളെ എങ്ങനെയെങ്കിലും ഏതെങ്കിലുമൊക്കെ വകുപ്പ് വെച്ച് ശിക്ഷിക്കുക. 7, 8, 9, 10 പ്രതികളെ വെറുതെ വിടുക. ആ വെറുതെ വിടുന്ന കൂട്ടത്തിൽ ദിലീപും ഉണ്ടാകണം. ദിലീപ് എന്ന ആളിനെ കൊട്ടേഷൻ സംഘങ്ങളായ 7, 9, 10 പ്രതികളോടൊപ്പം നിർത്തിക്കൊണ്ട് വെറുതെ വിടാൻ വേണ്ടിയാണ് 7 മുതലുള്ള പ്രതികളെ പുറത്തു വിട്ടതെന്നുള്ളതാണ് സത്യം. തനിക്ക് നേരിട്ട യാതനകൾ ഓൺ ക്യാമറയിൽ പറയുന്നതിനോ ഇൻ ക്യാമറ പ്രൊസീജിയർ വേണ്ട എന്ന് പറഞ്ഞ ആളാണ് പ്രിയപ്പെട്ട നടി. തനിക്ക് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണ്ട, 10, 20 പ്രതിഭാഗം വക്കീലന്മാർ ഓരോ ചോദ്യങ്ങളും ചോദിച്ച് അവളെ 1000 പ്രാവശ്യം അവളെ റേപ്പ് ചെയ്തു കോടതി മുറിക്കുള്ളിൽ എന്ന് വേണം പറയാൻ. അതൊന്ന് അനുഭവിക്കണം. ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് ട്രെയിൻ കയറി പാലക്കാട് പോയിട്ട് ഒരുത്തിന് ഫ്ലാറ്റിൽ 2 ദിവസം താമസിച്ചല്ല അവൾ ചെയ്ത കുറ്റം. അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വന്ന് റൂം എടുത്ത് കാവലിരുന്നിട്ട് ഒരുത്തിനെ പ്രാപിച്ചതിന് ശേഷം പിന്നീട് പല പ്രാവശ്യം പ്രാപിച്ചിട്ട് അവന് ഗിഫ്റ്റും കൊടുത്തതിന് ശേഷം കേസ് കൊടുക്കുകയല്ല അവൾ ചെയ്തത്. അവൾ ചെയ്തതെന്താണ്? എറണാകുളം പോലെ സിറ്റിയിൽ രാത്രിയിൽ 10-12 എണ്ണത്തിൻ്റെ മുമ്പിൽ പൂർണ്ണ നഗ്നയായി നിന്ന് ബലാത്സംഗത്തിനിരയായി ഒരു നടിയുടെ, ഒരു യുവതിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആലോചിക്കാം. നിങ്ങൾ പെട്ടുപോകുന്ന 3, 4 ക്രിമിനൽസിന് മുമ്പിൽ, ബോൺ ക്രിമിനൽസിന് മുമ്പിൽ അവൾ അനുഭവിച്ച യാതന മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ജഡ്ജ്, വനിതാ ജഡ്ജിയല്ല, ഒരു സുപ്രീം കോടതി ജഡ്ജായാൽ പോലും അവർ മാപ്പർഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ്
അവൾ അനുഭവിച്ച വേദന എന്താണെന്ന് അവിടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്, യഥാർത്ഥ അതിജീവിത അവളായതുകൊണ്ടാണ് അവൾ ഈ പറയുന്ന പ്രസ്തുത ജഡ്ജിനെ ഹൈക്കോടതിയിലേക്ക് കൊളീജിയം നോമിനേറ്റ് ചെയ്തപ്പോൾ അതിനെതിരെ പോയത്. ഹൈക്കോടതിക്ക് പോയി, സുപ്രീം കോടതിയിൽ പോയി, സാക്ഷാൽ ഹോം ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തു, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൊടുത്തു, രാഷ്ട്രപതിക്ക് കൊടുത്തു. എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെച്ചാൽ ഒരു കുന്തവും സംഭവിക്കില്ല എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ പുറത്തൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള സത്യം. ആ ധൈര്യമാണ് ഓരോ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവൻ്റെയും അവസ്ഥ. അത് താഴേക്കടയിൽ വില്ലേജിലെ പ്യൂണായാലും അങ്ങ് സെൻട്രൽ സെക്രട്ടറിയിലെ ചീഫ് സെക്രട്ടറി ആയാലും ഇത് തന്നെയാണ് അവസ്ഥ. താഴേക്കിടയിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്ത് മെമ്പറായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാലും നിയമം ബാധകമല്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ വീണ്ടും 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 ഇങ്ങനെ പറയുന്നത്. ഈ വീണ്ടും വീണ്ടും പറയുകയും കേൾക്കുന്ന അവസാനം ഒരു ഡയലോഗ് ഉണ്ട്, എന്താണെന്നറിയോ? ഇനി വരില്ലെന്ന്. മറ്റൊരാൾക്ക് ഗതി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നത്. സ്വന്തം വേദന അപ്പോൾ മറച്ചുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് ഇന്ത്യക്കാർ ചെയ്ത, വിശേഷിച്ച് മലയാളികൾ ചെയ്യുന്നത്. ഇവിടുത്തെ യഥാർത്ഥ അതിജീവിതയെ അപമാനിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥ അതിജീവിതയ്ക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുവാൻ, നിയമപരിരക്ഷ കൊടുക്കുവാൻ, നിയമപരമായി അവർക്ക് വേണ്ടി വാദിക്കുവാൻ ഈ രാജ്യത്തെ ഒരു വക്കീലിനെ പോലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കുവാൻ ഈ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. അതാണ് പിണറായി വിജയൻ്റെ ഇരട്ടത്താപ്പെന്ന് പറയാതെ വയ്യ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു സ്ത്രീ, എന്നെ കേൾക്കുന്നതിൽ ധാരാളം അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്, അനിയത്തിമാരുണ്ട്. നിങ്ങളെപ്പോലുള്ള ഒരാൾ ഇതൊന്നും സംഭവിച്ചില്ല എന്ന് വെക്കാം. രാത്രി കാലങ്ങളിൽ നടന്നു വരുന്ന സമയത്ത് ഒരു 3-4 നാട്ടിൽ തന്നെയുള്ള കുടിയന്മാരുടെ മുമ്പിൽ പെട്ടാർത്ത അവസ്ഥ ആലോചിച്ച് നോക്കുക. അപ്പോൾ വിവാഹിത പോലും അല്ലാത്ത ഒരു സുന്ദരിയായ യുവതി, കൊടും ക്രിമിനൽസ്, ബോൺ ക്രിമിനൽസ്, ഇതാണ് അവന്മാരുടെ കച്ചവടം. കൊട്ടേഷൻ റേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു വാഹനത്തിനുള്ളിൽ നിന്ന അവസ്ഥ, അവൾ പെട്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അത് ആലോചിച്ച് നോക്കിയിട്ടെങ്കിലും വേണമായിരുന്നു ഈ ജഡ്ജ്മെൻ്റ് എഴുതാനെന്നാണ് ബഹുമാനപ്പെട്ട ജഡ്ജ് ഹണി എം വർഗീസിനോടുള്ള എല്ലാ സ്നേഹാദരവും നിർത്തിക്കൊണ്ട് പറയാനുള്ളത്. അത് ചെയ്തില്ല. കാലം ഒന്നിനും മാപ്പ് കൊടുക്കും എന്ന് പറയുന്നില്ല, പക്ഷേ കാലം എല്ലാത്തിനും സാക്ഷിയാണ്. കാലം സാക്ഷി എന്ന് പറയുമ്പോൾ പ്രകൃതിക്ക് പ്രകൃതിയുടേതായ ചില നിയമങ്ങളുണ്ട്. അതനുഭവിച്ചിട്ട് ഏതവനായാലും പോകാറുള്ളൂ. ഒരുത്തൻ്റെ പണത്തിൻ്റെ മുമ്പിലോ അധികാരത്തിന് മുമ്പിലോ, പണം കാണുമ്പോൾ അധികാരം താഴേക്കിറങ്ങി വരുന്ന നടപടി മാറണം. ഇവനൊക്കെ അന്ന് ഈ പറഞ്ഞ നടിയെ ആക്രമിച്ച കേസിലെ കൂടെ നിന്ന കുറേ ആശാന്മാരുണ്ടല്ലോ, സിദ്ദിഖ്, മുകേഷ്, യുവമാർക്കൊക്കെ പിന്നീട് കേസ് വന്നല്ലോ. അതേ കേസ് തന്നെ വന്നല്ലോ, ആലോചിച്ച് നോക്കണം. അതുപോലെ പലരും, ഗണേശനെ പറ്റി നോക്കുക, ഏതവനെ നോക്കിയാലും അവനൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കിട്ടാതെ അവനൊന്നും ഈ ഭൂമിയിൽ നിന്ന് വിട്ടു പോകില്ല എന്നുള്ളതാണ് സത്യം. കൊടുക്കുന്നവനും കൂട്ടിക്കൊടുപ്പിന് കൂട്ടുനിന്നവനും ആ പ്രതിയെ രക്ഷിച്ചവനും ഈ മണ്ണിൽ നിന്ന് പോകുന്നതിന് മുമ്പ് കൃത്യമായി അനുഭവിച്ചിരിക്കും. അത്രമാത്രം യാതനയും വേദനയും അനുഭവിച്ചുകൊണ്ടാണ് യഥാർത്ഥ അതിജീവിത കേരളത്തിൽ നിന്ന് ജീവിക്കുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് യഥാർത്ഥ അതിജീവിത എന്ന് പറയുന്ന യുവനടിയാണ്. സഹോദരി, ഇവിടെ ഇതൊക്കെയാണ് നടക്കുന്നത്. ഈ ജനാധിപത്യത്തിൻ്റെ ഈ മകുടമായ ഉദാഹരണമെന്ന് പറഞ്ഞ ഇന്ത്യയിൽ ഇതൊക്കെ തന്നെ നടക്കും. ഇനി അപ്പുറം നടക്കും. ക്രിമിനൽ കേസിലെ പ്രതികളാകുമ്പോഴാണല്ലോ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മറ്റ് MLA-മാരും MP-മാരുമാകുന്നത്. നിങ്ങളെടുത്തു നോക്കുക, ഇന്ത്യയിൽ കേസിൽ പ്രതിയാകാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനുണ്ടോ എന്ന് മാത്രം നോക്കുക. നിങ്ങളോട് കേരള മനസാക്ഷിക്ക് വേണ്ടി ഞാൻ മാപ്പപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.